ഉണ്ടാക്കി തരാം. ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ മോന് വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി നോക്കിയപ്പം ബ്രെഡും ഉണ്ട്, മുട്ടയും ഉണ്ട്, ചീസും ഉണ്ട്, ബട്ടറും ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ചും ഒരു ഷേക്കും അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതായത് ബട്ടർ നല്ല രീതിക്ക് മെൽറ്റ് ചെയ്തെടുത്തിട്ട് മുട്ട നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇച്ചിരി ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതാണേ. അത് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ച് നല്ല രീതിക്ക് ചിക്കി എടുക്കുന്നുണ്ട്. അത് നമുക്ക് ചിക്കണമെന്ന് തന്നെ ഇല്ല, ഓംപ്ലേറ്റ് ആയിട്ടും എടുക്കാം, പിന്നെ ബുൾസൈ ആക്കിയൊക്കെ എടുത്ത് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ചിക്കിയൊക്കെ കൊടുത്ത് അവർക്ക് കഴിക്കാൻ എളുപ്പമുണ്ടായിരിക്കുമല്ലോ. ഇനി മറ്റേ രീതിയിൽ ചെയ്ത് കൊടുത്ത് അവർ കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം നന്നായിട്ട് ഞാൻ ചിക്കി എടുത്തിട്ടുണ്ട്. അതിനകത്ത് വെക്കാൻ വേണ്ടി എളുപ്പത്തിന് നല്ല കുറച്ച് തരിതരിയായിട്ട് നല്ല രീതിക്ക് ചിക്കി എടുത്തിട്ടുണ്ട്. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോസ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ല നല്ല വീഡിയോസ് ചെയ്യാനിരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണേ. അപ്പം ഞാൻ നല്ല രീതിക്ക് ചിക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കി റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ആ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ബ്രെഡ് ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇതുപോലെ മൊരിച്ചെടുത്താൽ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. അപ്പം കുഞ്ഞുങ്ങൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം മൊത്തം 6 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 6 ബ്രെഡും ഇതുപോലെ അങ്ങ് അപ്പുറം അപ്പുറം തിരിച്ചിട്ട് നല്ല രീതിയിൽ ഞാനൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം റെഡിയാക്കി ഇടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ഫില്ല് ചെയ്യുവാണ്. ചീസും മുട്ടയും ഒക്കെ വെച്ച് ബ്രെഡിനകത്ത് ഫില്ല് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ അത് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഒന്നും കൂടെ അത് അടുപ്പിൽ വെച്ച് ഒന്ന് അപ്പുറം അപ്പുറം മറിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ആ ചീസൊക്കെ ഒന്ന് ഇതായി വരുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കുട്ടികൾക്ക് നമുക്ക് ഈവനിങ് കൊടുക്കാൻ പറ്റിയതാണ്. അവർക്ക് ഇഷ്ടപ്പെടും, അവർ കഴിക്കുകയും ചെയ്യും. അപ്പം ഞാൻ ബ്രെഡെല്ലാം അങ്ങനെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഷേക്ക് അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് അരിഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ രീതിയിൽ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. നല്ല അത്യാവശ്യം പഴുത്ത പഴമായിരുന്നു കേട്ടോ. അങ്ങനെ അതിട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ കാഷ്യൂ നട്ടാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഒരു 5-6 കാഷ്യൂ നട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. ആ പഴത്തിൽ ഓൾറെഡി നല്ല മധുരമുണ്ട്. പിന്നെ കുറച്ച് ബൂസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പാലൊഴിച്ചാണ് ഞാൻ ആദ്യം അടിച്ചെടുക്കുന്നത്. കുറച്ച് പാലേ ഒഴിച്ചിട്ടുള്ളൂ. ഒരു കവർ പാലിൻ്റെ ഒരു ഭാഗം പാലെടുത്തിട്ട് അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ബാക്കി ഒരു കവർ പാലിന് 1/2 കവർ പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.